Hi students, today we are going to start learning about heat exchangers, which is the fourth module of heat and mass transfer. First of all, let's look into the definition of a heat exchanger. An equipment which is used to transfer heat energy from a hot fluid to a cold fluid with a maximum rate of heat transfer and minimum running cost. ഒരു ഹോട്ട് ഫ്ലൂയിഡിൽ നിന്നും കോൾഡ് ഫ്ലൂയിഡിലേക്ക് മാക്സിമം റേറ്റിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് മിനിമം റണ്ണിങ് കോസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ. അതിന് ഉദാഹരണമായിട്ട് നമുക്കൊരു 2-3 ഉദാഹരണം നോക്കാം. ഒന്നാമത്തെ ഉദാഹരണമാണ് ഒരു ഓട്ടോമൊബൈൽ റേഡിയേറ്റർ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കാണുന്ന ഒരു ഡിവൈസാണ്. എൻജിൻ ബ്ലോക്കിൽ ഉണ്ടാകുന്ന എക്സസ് ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഓട്ടോമൊബൈൽ റേഡിയേറ്റർ യൂസ് ചെയ്യുന്നത്. എൻജിൻ ബ്ലോക്കിൽ ഉണ്ടാകുന്ന എക്സസ് ഹീറ്റ് ഒരു കൂളൻ്റ് യൂസ്, ലിക്വിഡ് ബേസ്ഡ് കൂളൻ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ട്യൂബ്സ് വഴി സർക്കുലേറ്റ് ചെയ്ത് റേഡിയേറ്റർ ഫാനിൻ്റെ മുമ്പിലേക്ക് എത്തിക്കും. ഈ ട്യൂബ്സിലേക്ക് നമ്മൾ ഈ റേഡിയേറ്റർ ഫാൻ ബ്ലോ ചെയ്യുമ്പോൾ ആ ഉണ്ടാകുന്ന എയറിൻ്റെ ഫ്ലോ ഉണ്ട് ബൈ കൺവെക്ഷൻ അത് പുറത്ത് അറ്റ്മോസ്ഫിയറിലേക്ക് റിമൂവ് ആവുകയും ആ കൂളൻ്റുള്ള ഹീറ്റ് റിമൂവ് ആയിട്ട് അത് തിരിച്ച് പിന്നെ സർക്കുലേറ്റ് ചെയ്ത് എൻജിൻ ബ്ലോക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ എക്സാമ്പിളാണ് ഇവാപ്പറേറ്റേഴ്സ് ആൻഡ് കണ്ടൻസേഴ്സ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വിറ്റ്നസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇവാപ്പറേറ്റേഴ്സ് ആൻഡ് കണ്ടൻസേഴ്സ്. നമ്മുടെ വീട്ടിൽ സിമ്പിളായി യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജിനകത്ത് ഇവാപ്പറേറ്ററും ഉണ്ട്, കണ്ടൻസറും ഉണ്ട്. AC ഇവാപ്പറേറ്ററും ഉണ്ട്, കണ്ടൻസറും ഉണ്ട്. അപ്പോൾ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്രീസർ എടുക്കുക. ആ ഫ്രീസറിലുള്ള ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഹീറ്റിനെ റിമൂവ് ചെയ്യുമ്പോഴാണ് അവിടെ തണുക്കുന്നത്. അപ്പോൾ ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോപ്പർ ട്യൂബ്സിനകത്തൂടെ റെഫ്രിജറൻ്റ് നമ്മൾ പാസ് ചെയ്യിക്കും. അങ്ങനെ റെഫ്രിജറൻ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രീസറിൻ്റെ അല്ലെങ്കിൽ ഏത് സ്ഥലമാണോ കൂൾ ചെയ്യേണ്ട ആ സ്ഥലത്തെത്തുമ്പം അവിടെയുള്ള ഹീറ്റിനെ ഈ വോളറ്റൈൽ റെഫ്രിജറൻ്റ് അബ്സോർബ് ചെയ്യും. ഈ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഇത് വേപ്പറായി മാറും. ലിക്വിഡ് ഫേസിലുള്ള റെഫ്രിജറൻ്റ് വേപ്പറായി മാറും. അപ്പോൾ അവിടുത്തെ ഹീറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ആ സ്പേസ് കൂളാവും. നമുക്ക് സ്പേസ് കൂളാവേണ്ട സ്ഥലം കൂളായിരിക്കും. എന്നിട്ട് ഇത് പിന്നെയും താഴെ വന്ന് കണ്ടൻസർ വരും. കണ്ടൻസർ വരുമ്പം ഈ ഹീറ്റിനെ കണ്ടൻസർ എന്ത് ചെയ്യും, പുറത്ത് അറ്റ്മോസ്ഫിയറിലേക്ക് റിമൂവ് ചെയ്യും. അതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പുറഭാഗത്ത് ഹീറ്റ് വരുന്നത്, ചൂട് വരുന്നത്. കാര്യം ആ ഫ്രീസറിലെ ഹീറ്റ് എടുത്തിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് അത് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ടൈപ്സ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് പഠിക്കാം. ടൈപ്സ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ബേസിക്കലി 4 തരംതിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്. അതിൽ 2 തരമുണ്ട്, ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ്. ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ നമ്മുടെ ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും ഡയറക്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ കോണ്ടാക്റ്റ്, മാറ്റർ മിക്സ് ചെയ്യുന്നുണ്ട് ഹോട്ട് ഫ്ലൂയിഡിൻ്റെയും കോൾഡ് ഫ്ലൂയിഡിൻ്റെയും. അതിൻ്റെ ഉദാഹരണമാണ് കൂളിംഗ് ടവർ. കൂളിംഗ് ടവറിൽ നമുക്ക് അധികമായി വരുന്ന ഹോട്ട് എയർ അല്ലെങ്കിൽ ഹോട്ട് ഗ്യാസ് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിംഗ് ടവേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഹോട്ട് ഗ്യാസിൻ്റെ മുകളിലേക്ക് വാട്ടർ, അതൊരു ഫ്ലൂയിഡാണ്, വാട്ടർ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഹോട്ട് ഗ്യാസും വാട്ടറും മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്, അവിടെ മാറ്റർ മിക്സ് ആവുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ രണ്ടാമത്തെ ഉദാഹരണമാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. അതിൻ്റെ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സിനകത്ത് ആ പുറത്തുനിന്ന് വരുന്ന എയറും ഈ വരുന്ന കൂളൻ്റ് മിക്സ് ആവുന്നില്ല, പക്ഷേ ഹീറ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്ത നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് ബേസ്ഡ് ഓൺ റിലേറ്റീവ് ഡയറക്ഷൻ ഓഫ് ഫ്ലൂയിഡ് മോഷൻ. അതിൽ 3 തരമാണുള്ളത്. ഒന്ന് പാരലൽ ഫ്ലോ ഉണ്ട്, കൗണ്ടർ ഫ്ലോ ഉണ്ട്, ക്രോസ് ഫ്ലോ ഉണ്ട്. പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ ഹോട്ട് ഫ്ലൂയിഡ് കോൾഡ് ഫ്ലൂയിഡും ഒരേ ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. സെയിം ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോഴാണ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഫിഗർ വരച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. പിന്നെ കൗണ്ടർ ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ കോൾഡ് ഫ്ലൂയിഡും ഹോട്ട് ഫ്ലൂയിഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത് ത്രൂ ഔട്ട് ദ ലെങ്ത്. ഓക്കെ. അടുത്ത ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഒന്നൊന്നിന് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആയിട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ്. അല്ല, ഒന്നാമത്തെ കോൺസെൻട്രിക് ട്യൂബ്സ്, 2 ഷെൽ ആൻഡ് ട്യൂബ്, 3 മൾട്ടിപ്പിൾ ഷെൽ ആൻഡ് ട്യൂബ് പാസസ്. അതിൽ കോൺസെൻട്രിക് ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ട്യൂബ് കാണും, ആ ട്യൂബിനകത്തൂടെ ചെറിയ ട്യൂബ് കാണും. അപ്പോൾ ചെറിയ ട്യൂബിനകത്തൂടെ ഒരു ഫ്ലൂയിഡ് പോകും, മറ്റേ ഫ്ലൂയിഡ്
അതിൻ്റെ ഔട്ടർ ആനുലാർ ട്യൂബിലൂടെ പോകും. അടുത്തത് ഷെൽ ആൻഡ് ട്യൂബ്. ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഷെല്ല് കാണും, ഒരു ബോക്സ് കാണും, ആ ബോക്സിനകത്തൂടെ കുറേ ചെറിയ ചെറിയ ട്യൂബുകൾ കാണും. അതാണ് ഷെൽ ആൻഡ് ട്യൂബ്. അടുത്തത് മൾട്ടിപ്പിൾ ഷെൽ ആൻഡ് ട്യൂബ് പാസസ്. ഒന്നിലധികം, അതായത് ഈ ഒരു ഷെല്ലിലൂടെ തന്നെ ഒന്നിലധികം പ്രാവശ്യം ഈ ഫ്ലൂയിഡ് സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, 2 പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 ഷെൽ എന്ന് പറയും. 2 പ്രാവശ്യം ട്യൂബിനകത്തൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ 2 ട്യൂബ് എന്ന് പറയും. അതായത് 2 പ്രാവശ്യം ഷെല്ലിലൂടെയും 2 പ്രാവശ്യം ട്യൂബിലൂടെയും പാസ് ചെയ്യുകയാണെങ്കിൽ 2 ഷെൽ 2 പാസ് ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയും. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഫിഗറൊക്കെ വരച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ സമയത്ത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഞാൻ ഇവിടെ അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ പോകുന്നത്. അടുത്ത 4ാമത്തെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലൂയിഡ്സ്. അതിൽ കണ്ടൻസേഴ്സ് ഉണ്ട്, ഇവാപ്പറേറ്റേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ കണ്ടൻസറിൽ ഇവാപ്പറേറ്ററിലും എല്ലാം വോളറ്റൈൽ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹീറ്റിന് അബ്സോർവ് ചെയ്യുന്ന സമയത്ത് ഈ ലിക്വിഡ് സ്റ്റേറ്റ് മാറി വേപ്പറായി മാറും. അപ്പോൾ അവരുടെ ഫേസ് ചേഞ്ച് വരുന്നുണ്ട്. ഹോട്ട് ഫ്ലൂയിഡിൻ്റെ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കണ്ടൻസേഴ്സ് എന്നും ഇവാപ്പറേറ്റേഴ്സ് എന്നും പറയുന്നത്. ഇതിൻ്റെ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൻ്റെയും ടെമ്പറേച്ചർ പ്രൊഫൈൽ വരച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്, ഡെറിവേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അന്നേരം മനസ്സിലാവും. ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തുള്ള തെർമൽ ഫ്ലോ നമുക്ക് അനലൈസ് ചെയ്യാം. ഒരു സിമ്പിൾ ഹീറ്റ് എക്സ്ചേഞ്ചർ കൺസിഡർ ചെയ്യുക. അതായത് ഹോട്ട് ഫ്ലൂയിഡ് മുകളിലൂടെ പോകുന്നുണ്ട്, താഴെ കൂടെ കോൾഡ് ഫ്ലൂയിഡും പോകുന്നുണ്ട്. ഓക്കെ, ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ TH1 എന്നും കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ TC1 എന്നും കൊടുക്കുക, അസ്യൂം ചെയ്യുക. അതേപോലെ തന്നെ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ എക്സിറ്റ് ടെമ്പറേച്ചർ TH2 എന്നും കോൾഡ് ഫ്ലൂയിഡിൻ്റെ എക്സിറ്റ് ടെമ്പറേച്ചർ TC2 എന്നും കൊടുക്കുക. ഞാനിവിടെ ഹോട്ട് ഫ്ലൂയിഡിന് എല്ലായിടത്തും ത്രൂ ഔട്ട് ദിസ് ചാപ്റ്റർ റെഡ് ഇങ്ക് കൊണ്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് കോൾഡ് ഫ്ലൂയിഡിന് നീല കളർ കൊണ്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കറിയാം, നമുക്ക് ബേസിക് എല്ലാ വെച്ച് നമുക്കറിയാം എന്താണ് ഹീറ്റ് ലോസ്റ്റ് ബൈ ഹോട്ട് ഫ്ലൂയിഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ കോൾഡ് ഫ്ലൂയിഡ്. ഇപ്പോൾ ഹീറ്റ് ലോസ്റ്റ് ബൈ കോൾഡ് ഫ്ലൂയിഡ്, ഹോട്ട് ഫ്ലൂയിഡ് എന്താണ്? MCP ഡെൽറ്റ T. നമ്മൾ പണ്ട് മുതലേ തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുള്ളതാണ്. Q ഈക്വൽ ടു m.H, ഹോട്ട് ഫ്ലൂയിഡിൻ്റെ മാസ് ഫ്ലോ റേറ്റ് ഇൻ കിലോഗ്രാം പെർ സെക്കൻഡ് ആണത് ഇതിൻ്റെ യൂണിറ്റ്, ഇൻറ്റു CPH, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്. അതിൻ്റെ യൂണിറ്റ് എന്താ? ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. പിന്നെ ടെമ്പറേച്ചറിൻ്റെ അറിയാമല്ലോ. അതേപോലെ തന്നെ ഹീറ്റ് ഗെയിൻഡ് ബൈ കോൾഡ് ഫ്ലൂയിഡ് വിച്ച് ഈസ് m.C ഇൻറ്റു CPC ഇൻറ്റു TC2 മൈനസ് TC1. ഇവിടെ TH1 മൈനസ് TH2 എടുത്തേക്കുന്നത് കാര്യം എന്താണ്? ഹയർ ടെമ്പറേച്ചർ TH1 ആണ്, ഇവിടെ ഹയർ ടെമ്പറേച്ചർ TC2 ആണ്. കാര്യം കോൾഡ് ഫ്ലൂയിഡിൻ്റെ എക്സിറ്റ് ടെമ്പറേച്ചറാണ് ഇൻലെറ്റ് ടെമ്പറേച്ചറിനേക്കാൾ കൂടുതൽ. ഓക്കെ, അടുത്തത് നമുക്ക് ഗവേണിംഗ് ഇക്വേഷൻ ഓഫ് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ Q ഈക്വൽസ് U ഇൻറ്റു A ഇൻറ്റു θLm എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടക്ഷനകത്തൊരു ഗവേണിംഗ് ഇക്വേഷൻ പഠിച്ചു, Q ഈക്വൽസ് മൈനസ് KA dt ബൈ dx. അതേപോലെ കൺവെക്ഷനകത്തൊരു ഇക്വേഷൻ പഠിച്ചു, Q ഈക്വൽസ് HA ഇൻറ്റു ഡെൽറ്റ T. അതേപോലെ തന്നെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഗവേണിംഗ് ഇക്വേഷനാണ് Q ഈക്വൽസ് U ഇൻറ്റു A ഇൻറ്റു θLm. അതിൽ U എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ച അതേ സെയിം സാധനമാണ്. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ് U. ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. അതൊരിക്കലും ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞെടുക്കരുത്. ടോട്ടൽ സർഫസ് ഏരിയ ആണ്, സർഫസിലൂടെയാണ് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതേപോലെ θLm എന്ന് പറഞ്ഞാൽ LMTD നമ്മൾ ഷോർട്ടായിട്ട് പറയും, ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, അത് എന്തുകൊണ്ട് ലോഗരിതമിക് ടെമ്പറേച്ചർ ഡിഫറൻസ് വന്ന് അല്ലാതെ ലീനിയർ ഡിഫറൻസ് വന്നില്ല എന്ന് നമുക്ക് അടുത്ത പാരൽ ഫ്ലോയുടെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് LMTD അനാലിസിസ് ഒരു പാരൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ് പാരൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹോട്ട് ഫ്ലൂയിഡ് പോകുന്നുണ്ട്, സെയിം ഡയറക്ഷനിൽ തന്നെയാണ് കോൾഡ് ഫ്ലൂയിഡും എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ പാരൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെമ്പറേച്ചർ പ്രൊഫൈൽ നമുക്ക് വരച്ച് നോക്കാം. ഇത് 1, ഇൻലെറ്റ് പോർഷൻ 1, എക്സിറ്റ് പോർഷൻ 2. അതിൻ്റെ ഒരു ടെമ്പറേച്ചർ പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ ഇത് ഏരിയ ആണ്. ഓക്കെ, TH1 ഹോട്ട് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യാണ്. ഓക്കെ, അതേ പോയിന്റിൽ തന്നെ കോൾഡ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നുണ്ട്, TC1 ടെമ്പറേച്ചറിൽ എൻ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ ഹോട്ട് ഫ്ലൂയിഡ് ഈ ഏരിയയിൽ, അതായത് ഈ ലെങ്തിലോ ഏരിയയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം, ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ കുറയുകയും
കോൾഡ് ഫ്ലൂയിഡ് ടെമ്പറേച്ചർ ഗെയിൻ ചെയ്യുകയും ചെയ്യും, ഹീറ്റ് ഗെയിൻ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റിലും ഓരോ ലെങ്ത്തിലും ആ ടെമ്പറേച്ചർ പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കർവ് ആയിരിക്കും വരുന്നത്, സ്ട്രെയിറ്റ് ലൈൻ വരില്ല. അതുകൊണ്ടാണ് കർവിൻ്റെ ടെമ്പറേച്ചർ പ്രൊഫൈലാണ് നമ്മൾ ലോഗരിതമിക്കായിട്ട് പറയുന്നത്. ഒരു പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ LMTD അനാലിസിസ് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ കോൾഡ് ഫ്ലൂയിഡ് ആൻഡ് ഹോട്ട് ഫ്ലൂയിഡ്, രണ്ട് ഫ്ലൂയിഡും സെയിം ഡയറക്ഷനിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ബോത്ത് ദ ഫ്ലൂയിഡ്സ് ആർ ട്രാവലിംഗ് ഇൻ സെയിം ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയാം. അതിൻ്റെ ഒരു ടെമ്പറേച്ചർ പ്രൊഫൈൽ നമുക്ക് വരച്ച് നോക്കാം. ഹോട്ട് ഫ്ലൂയിഡ് TH1 ടെമ്പറേച്ചറിൽ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അതേപോലെ തന്നെ കോൾഡ് ഫ്ലൂയിഡ് TC1 ടെമ്പറേച്ചറിൽ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. എലോങ് ദി ഏരിയ ഹോട്ട് ഫ്ലൂയിഡ് ട്രാവൽ ചെയ്യുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. അതേപോലെ കോൾഡ് ഫ്ലൂയിഡ് എലോങ് ദി ഏരിയ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റിലെത്തിയിട്ട് അത് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അതാണ് എൻ്റെ ഔട്ട്ലെറ്റ് കണ്ടീഷൻ. ഔട്ട്ലെറ്റ് കണ്ടീഷൻ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് TH2 എന്നും ഔട്ട്ലെറ്റ് കണ്ടീഷൻ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് TC2 എന്ന് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എലമെൻ്ററി ഏരിയ കൺസിഡർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് ഒരു DA ഏരിയ കൺസിഡർ ചെയ്യുക. അവിടെ എലമെൻ്ററി ടെമ്പറേച്ചർ ഡിഫറൻസ് എടുക്കുക. ഹോട്ട് ഫ്ലൂയിഡിൻ്റെ DTH ആണ്. ആ ഏരിയയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് DTH ഫോർ ഹോട്ട് ഫ്ലൂയിഡ്. ആൻഡ് എലമെൻ്ററി ടെമ്പറേച്ചർ ഡിഫറൻസ് ഫോർ കോൾഡ് ഫ്ലൂയിഡ് DTC എന്ന് ഡിനോട്ട് ചെയ്യുക, എൻ്റർ ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇൻലെറ്റ് സൈഡിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് അതിനെയാണ് നമ്മൾ θ1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അത് TH1, അത് ഈ സൈഡിലുള്ള രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ്, ഹയർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് TH1 മൈനസ് TC1. അതേപോലെ തന്നെ എക്സിറ്റ് സൈഡിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് θ2, അതിനെയാണ് നമ്മൾ TH2 മൈനസ് TC2. ഓക്കെ, അപ്പോൾ എലമെൻ്ററി ഏരിയയിൽ നമ്മൾ കൺസിഡർ ചെയ്ത്, അതുകൊണ്ട് നമുക്ക് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ദ എലമെൻ്ററി ഏരിയ DA, വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് DQ ഈക്വൽസ് U. കോൺസ്റ്റന്റ് ആണ്, U ചേഞ്ച് ചെയ്യുന്നതേ ഇല്ല. നമ്മുടെ അസംഷൻ ആണ് U ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ഏരിയ ഓർ ഓവർ ദ ലെങ്ത്. ഓക്കെ, U ഇൻറ്റു DA, അത് ഏരിയ ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ DA ഏരിയ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണല്ലേ. ഇവിടെ THും ഇവിടെ TC ആണ്. ഈ θ ഏരിയയിൽ THും TC ആണ് സ്റ്റാർട്ടിംഗ് ഉള്ളത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു U ഇൻറ്റു DA ഇൻറ്റു ΔT നമുക്ക് എഴുതാം. നെക്സ്റ്റ്, നമുക്ക് ഇതിൻ്റെ എനർജി ബാലൻസ് ഇക്വേഷൻ എഴുതാം. DQ ഈക്വൽസ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു MCP ΔT ആണ്. m.h ഇൻറ്റു CPH ഇൻറ്റു DTH എന്ന് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ എന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഹീറ്റ് എനർജി കുറയുകയാണ് ചെയ്യുന്നത്. സോ വി ക്യാൻ പുട്ട് നെഗറ്റീവ് സൈൻ ഓൺ DQ. പക്ഷെ കോൾഡ് ഫ്ലൂയിഡ് ആണെങ്കിൽ അതിന് ഹീറ്റ് എനർജി ഗെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് പോസിറ്റീവ് സൈനാണ്. സോ m.c ഇൻറ്റു CPC ഇൻറ്റു DTC, വിച്ച് ഈസ് അഗൈൻ ഈക്വൽ ടു നേരത്തെ എഴുതിയ ഇക്വേഷൻ U ഇൻറ്റു DA ഇൻറ്റു TH മൈനസ് TC. ഓക്കെ, ഇനി നമുക്ക് ഈ DTHൻ്റെയും DTCയുടെയും ടേമിൽ എഴുതാൻ പറ്റും ഇതിനെ. അപ്പോൾ DTH എങ്ങനെ വരും? മൈനസ് DQ ബൈ m.h ഇൻറ്റു CPH എന്ന് എഴുതാം. DTC അതുപോലെ തന്നെ DQ ബൈ m.c ഇൻറ്റു CPC. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ പോസിറ്റീവാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ m.h ഇൻറ്റു CPHനെ CH എന്ന് എഴുതാം. അത് ഹീറ്റ് കപ്പാസിറ്റി റേറ്റ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് എന്ന് പറയാം. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് എന്ന് പറയാം. അതേപോലെ m.c ഇൻറ്റു CPC നമുക്ക് ക്യാപിറ്റൽ C ആൻഡ് സബ്സ്ക്രിപ്റ്റ് C എന്ന് എഴുതാം. അതായത് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കോൾഡ് ഫ്ലൂയിഡ്. ഇവിടെ നമ്മൾ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എഴുതുന്നപ്പോൾ സ്മാൾ c ആണ് എഴുതേണ്ടത്. ഹീറ്റ് കപ്പാസിറ്റി എഴുതുമ്പോൾ ക്യാപിറ്റൽ C ആയിരിക്കും എഴുതണം. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് നമുക്ക് DTH മൈനസ് DTC എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. DQ പുറത്തെടുക്കാം, 1/CH പ്ലസ് 1/CC എന്ന് കിട്ടും. അതേപോലെ ഈ DTH മൈനസ് DTC എന്ന് dθ എന്ന് എഴുതാം. സോ മൈനസ് DQ ഇൻറ്റു 1/CH പ്ലസ് 1/CC. ഓക്കെ, ഇനി ഈ DQ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. DQ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? DQ ഈക്വൽസ് U ഇൻറ്റു DA ഇൻറ്റു TH മൈനസ് TC. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ.
അപ്പോൾ ഡി തീറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇവിടെ ടി എച്ച് മൈനസ് ടി സിക്ക് നമുക്ക് എന്തെടുക്കാം തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി തീറ്റ ഈക്വൽസ് മൈനസ് യു ഇൻറ്റു ഡി എ ഇൻറ്റു ടി എച്ച് മൈനസ് ടി സിക്ക് വരെ നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം. ഇവിടെ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഈ ഫിഗറിനകത്ത് ഈ ടി എച്ച് മൈനസ് ടി സിക്ക് നമ്മൾ തീറ്റ എന്നാണ് കൊടുത്തേക്കുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഈ ഡി തീറ്റ ബൈ തീറ്റ എന്ന ടൈമിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ മൈനസ് യു ഇൻറ്റു ഡി എ ഇൻറ്റു 1/CH പ്ലസ് 1/CC എന്ന് എഴുതാം. അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫ്രം ടെമ്പറേച്ചർ ഇൻലെറ്റ് ടു ഔട്ട്ലെറ്റ് തീറ്റ നമുക്ക് 1 to 2 ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഏരിയ A0 സ്റ്റാർട്ടിങ് ഫ്രം ഏരിയ 0 A = 0 to A = A ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 1/xൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് ആണ്. അതിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ log a മൈനസ് log b എന്ന് വരും. അതിനെ log a ബൈ ബി നമുക്ക് എഴുതാൻ പറ്റും. log θ2/θ1 എന്ന് എഴുതി. അതേപോലെ തന്നെ ഇവിടെ ഡി എ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഏരിയ ആവും. അപ്പോൾ യു കോൺസ്റ്റൻ്റ് ആണ്. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ഏരിയ. അപ്പോൾ അതിനായിട്ട് ഇനി നമുക്ക് ഇതിന് ഓരോ ഫ്ലൂയിഡിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമ്മൾ ആദ്യം Q ഈക്വൽസ് mCp ΔT. അതിൽ m ഇൻറ്റു സി നമുക്ക് ക്യാപിറ്റൽ സി എന്ന് എഴുതാം. അത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് എഴുതാം. ഫോർ ഹോട്ട് ഫ്ലൂയിഡ് m.h ഇൻറ്റു CpH നമുക്ക് ക്യാപിറ്റൽ CH ദാറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി റേറ്റ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് എന്ന് എഴുതാം. അതേപോലെ തന്നെ m.c ഇൻറ്റു CpC നമുക്ക് ക്യാപിറ്റൽ CC എന്ന് എഴുതാം. ഹീറ്റ് കപ്പാസിറ്റി റേറ്റ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ് എന്ന് എഴുതാം. ഇനി നമുക്ക് അത് 1/CHൻ്റെ ടൈമിലേക്ക് ഇതേ സെയിം ഇക്വേഷൻ തന്നെ 1/CHൻ്റെ ടൈമിലേക്ക് മാറ്റി എഴുതാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 1/CHൻ്റെ ടൈമിലേക്ക് മാറ്റുമ്പോൾ 1/CH ഈക്വൽസ് TH1 മൈനസ് TH2/Q എന്ന് കിട്ടും. 1/CC ഈക്വൽസ് TC2 മൈനസ് TC1/Q എന്ന് കിട്ടും. കണ്ടുപിടിച്ച 1/CHൻ്റെയും 1/CCയുടെയും വാല്യൂസ് നേരത്തെയുള്ള ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/CHനും 1/CCക്കും പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് log θ2/θ1 ഈക്വൽസ് മൈനസ് യു എ ഇൻറ്റു TH1 മൈനസ് TH2/Q ആണ് 1/CHൻ്റെ വാല്യൂ. അതേപോലെ തന്നെ 1/CCയുടെ വാല്യൂ TC2 മൈനസ് TC1/Q എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അതിന് Q ഇങ്ങനെ പുറത്തെടുക്കാം. എന്നിട്ട് ആ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, TH1 മൈനസ് TC2 എന്ന് എഴുതാം. മൈനസ് പുറത്തെടുത്തിട്ട് TH2 മൈനസ് TC1 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് TH1 മൈനസ് TC2 എന്ന് പറഞ്ഞാൽ θ1 ആണ്. നമുക്ക് ഫിഗർ നോക്കാം. ഫിഗറിനകത്ത് TH1 മൈനസ് TC1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് സൈഡിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഇറ്റ് ഈസ് θ1. അതേപോലെ തന്നെ TH2 മൈനസ് TC2 എന്ന് പറഞ്ഞാൽ θ2 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ വി ഹാവ് മൈനസ് UA/Q ഇൻറ്റു θ2 മൈനസ് θ1 മൈനസ് θ2. അത് നമ്മൾ ഈ മൈനസിന് അകത്തേക്ക് കയറ്റുമ്പോൾ θ2 മൈനസ് θ1 എന്ന ഭാഗത്ത്. ഓക്കെ, ഇനി നമ്മൾ ക്യൂവിൻ്റെ ടേമിലേക്ക് മാറ്റും. ക്യൂ ഇപ്പുറത്ത് എഴുതുക. ഈ നാച്ചുറൽ ലോഗ് ഓഫ് θ2/θ1 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇറക്കുക. അപ്പോൾ Q ഈക്വൽസ് U ഇൻറ്റു A ഇൻറ്റു θ2 മൈനസ് θ1/log നാച്ചുറൽ ലോഗ് ഓഫ് θ2/θ1. നമ്മൾ ആദ്യത്തെ നമ്മളെ മെയിൻ ഗവേണിംഗ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഗവേണിംഗ് ഇക്വേഷൻ എന്തായിരുന്നു? Q ഈക്വൽസ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് U ഇൻറ്റു ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ A ഇൻറ്റു θLm ദാറ്റ് ഇസ് LMTD. സോ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ LMTDയുടെ വാല്യൂ എന്ത് കിട്ടും? θ2 മൈനസ് θ1/log θ2/θ1. This is the LMTD equation for a parallel flow heat exchanger.